ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടേ ഒരു ചട്ടിയിലോട്ട് കുറച്ച് പാലും പിന്നെ മുരിങ്ങയ്ക്കയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. അടിപൊളി ഒരു കറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. അപ്പൊ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനൊരു കുഞ്ഞി സവാള എടുത്ത് ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് നരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സവാളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് സമയത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇപ്പൊ ദാണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. അപ്പൊ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്ത് അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ട അതിന്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ചട്ടി ആയതിന്റെ പേരിൽ നല്ല ചൂടായിട്ട് കിടക്കായിരിക്കും കേട്ടോ. അപ്പം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ പച്ചമണം മാറുന്നവരെയും ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ദാണ്ടെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ദാണ്ടെ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഞാനൊരു 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പൊ ഇനി ഈ മുരിങ്ങയ്ക്ക വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരുപാട് അങ്ങ് വെള്ളത്തോടെ ഉണ്ടാക്കുന്ന കറിയല്ല ഇത്. എന്നാൽ തീരെ കുറുകിയോ അല്ല. ഇതിലേക്ക് നമ്മൾ ഇനി പാല് ചേർക്കുന്നുണ്ട്. അതാണ് വളരെ കുറച്ച് വെള്ളം ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഈ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ, 10-15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആവും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ദാണ്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ മുരിങ്ങയൊക്കെ ഇവിടെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഫുൾ അങ്ങ് വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും അല്ല കേട്ടോ, സാധാരണ പശുവും പാല് ആണ് ചേർക്കുന്നത്. ഒന്ന് തിളപ്പിച്ചതായിരുന്നു, പക്ഷെ ഇളം ചൂടേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ചൂടോടെ വേണമെങ്കിലും ചേർക്കാം, തിളപ്പിച്ചാറിയ പാല് ചേർത്താലും മതി. അപ്പൊ എൻ്റെ കയ്യിൽ ചൂട് ഇച്ചിരി ഒന്ന് മാറിയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ആ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുള്ളതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗരം മസാല ഇല്ലാതെ ഈ കറി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഗരം മസാല ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അധികം വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം വലിയ പരിപാടികളൊന്നുമില്ല, സിമ്പിൾ കറിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ കറി ദാണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ദാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ബൈ ബൈ.